പിന്നെ സംവിധായകരും നട്ടുള്ള സംവിധായകരുണ്ട് ഇവിടെ. ഇപ്പോൾ ഹരിഹരനെ പോലുള്ള ആൾക്കാർ നട്ടലുള്ള സംവിധാനം തന്നെയാണത് ശരിക്കും ആലോചിക്കണം. ലൊക്കേഷനിൽ സമയത്തിന് ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കില്ല അവിടെ. വിളിക്കില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ മമ്മൂട്ടി തന്നെ എടുക്കുന്ന കാര്യങ്ങൾ. മമ്മൂട്ടി ആദ്യം ഹരിഹരൻ്റെ ഒരു പടത്തിൽ അവർ വികടകവിയിൽ അഭിനയിക്കാൻ വന്ന അവസരം ഉണ്ടായിരുന്നു ഈ തുടക്കകാലത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് അഭിനയിച്ച് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ക്ലൈമാക്സ് എടുക്കണം. മമ്മൂട്ടി വരുന്നില്ല. മമ്മൂട്ടി വരുന്നില്ല, ആകെ വല്ലാത്തതായി. വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ക്ലൈമാക്സ് എടുത്തത്. പിന്നെ ഒരിക്കലും ഹരിഹരൻ വിളിച്ചിട്ടില്ല. അതായത് ആ പടത്തോടുകൂടി പിന്നെ കുറേ നാൾ മമ്മൂട്ടി അഭിനയിച്ചില്ല. പിന്നെ വന്നതെന്ന് മമ്മൂട്ടി വലിയ വളർന്നു വരുമ്പോൾ എന്നറിയാം. ഇപ്പോൾ വളർന്നു വരുമ്പോൾ ഒരു വലിയ ഉയരങ്ങളിലുള്ള കാര്യങ്ങളാണ് പറയുക. ഈ വടക്കൻ വീരഗാഥയാണ് പിന്നെ അഭിനയിച്ചിട്ടുള്ളത് വന്നത്. അത് MT വിളിച്ചെന്തോ പാരിതോഷികം കൊടുത്ത പോലെ മമ്മൂട്ടി. ഞാൻ പറഞ്ഞാൽ കള്ളമാണെന്ന് പറഞ്ഞത്. കാരണം അതിന് ഞാനാ കാരണം ഹരിഹരൻ അറിയാം. അളകാപുരി കോഴിക്കോട് അളകാപുരി എടുക്കുന്നത് ഞങ്ങൾ കൂടുതൽ അടുപ്പുള്ള ആൾക്കാരാണ് ശരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഞാൻ ഒന്ന് കൊണ്ടുവരും. ആരോട് തൻ്റെ കൂട്ടുകാരൻ വലിയ മമ്മൂട്ടിയാണോ? അല്ല മമ്മൂട്ടിയാണെങ്കിൽ കണ്ടിപ്പിക്കണ്ട കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നോട് സോമചേട്ടനുണ്ട്. അത് കഴിഞ്ഞാൽ പറയില്ല, ഈ ഒരു സ്റ്റാർ ഇൻ്റർവ്യൂ ഉണ്ട് ഞങ്ങളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും, ഹരി സാറിന് ഇൻ്റർവ്യൂ എടുക്കാനാണ്. ഓക്കെ ആയിക്കോട്ടെ. വൈകിട്ട് ഞാൻ വന്നു, ഡോർ നോക്ക് ചെയ്തു. ഞാൻ ആദ്യം കിടന്നു. എവിടെ നിങ്ങളുടെ ആൾ? മമ്മൂട്ടി കണ്ടപ്പോൾ എന്നെ വളരെ രൂക്ഷമായിട്ട കാര്യം നോക്കിയേ. ചതിക്കല്ലേ അല്ലെന്ന് കള്ളം പറഞ്ഞാൽ കൊണ്ടുവന്നു. പിന്നെ കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ് ചലയിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഈ ഗുണകരമായ രീതിയിൽ ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വരുമ്പോൾ താൻ എന്തിനും അതൊക്കെ ചെയ്ത് ആവശ്യമില്ല. അത് എം ടി ആയുള്ള സ്വന്തം ആളല്ല. MT പറഞ്ഞിട്ടില്ല, ഓക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അത് തലവേദനയാവും. ഞാൻ പറഞ്ഞു അത് ഉറപ്പ് ഫലം, അത് ഒരു തലവേദന ഉണ്ടാകില്ല, പഴയ കാര്യങ്ങൾ മറക്ക്. അങ്ങനെ MT ഇതും കൂടിയിട്ടാണ് വീണ്ടും അയാൾക്കൊരു എൻട്രി കൊടുത്താൽ ഇടയ്ക്ക്. ആ എൻട്രി കൊടുത്ത് 15 ദിവസം കഴിഞ്ഞ് ഹരിഹരൻ എന്നെ വിളിച്ചു. താനല്ലേ പറഞ്ഞു എനിക്കത് തലവേദന ഉണ്ടാക്കില്ല എന്ന്. ഭയങ്കര തലവേദന. ഇപ്പോൾ ഇയാൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഷൂട്ടിങ്ങിനിടയ്ക്ക് അത് കഴിഞ്ഞ് ഈ വടക്കൻ വീരാഗത നാഷണൽ അവാർഡ് കിട്ടിയായിരിക്കും. അപ്പോൾ ഹരിഹരൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞു അതിന് കാരണം പല്ലിശ്ശേരിയാണെന്ന് അങ്ങനെ പറഞ്ഞു പോയി. അത് ഏതോ പത്രത്തിൻ്റെ വാചകമേളയിൽ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ഇയാൾ രോഷാകുലനായി രൗദ്രഭാവത്തിൽ നിന്നിട്ട് എന്നെ വിളിച്ചു. താനാണ് എനിക്ക് ദേശീയ അവാർഡ് എന്ന് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വടക്കൻ വീരഗാഥയിൽ അഭിനയിക്കാൻ ഞാൻ തന്നെ കാരണം. അത് ഹരിഹരൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്കറിയാലോ അറിയാനുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നൊരിക്കൽ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ വീണ്ടും ഇയാൾ മനസ്സിൽ വെച്ചിട്ടിരിക്കുന്ന സാധനമായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്തവണ ദേശീയ അവാർഡ് കിട്ടി, താമുഖാന്തരായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഇത്രയും ചീപ്പാവരുത്, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് അയാൾ ചില നേരത്തെ സ്വഭാവം എന്നാലോചിക്കണം. അപ്പോൾ വളർന്നു കഴിഞ്ഞാൽ തിക്തമായ അനുഭവങ്ങളാണെന്ന് ആലോചിക്കണം ഇവിടെ. എന്തിനാ IV ശശി എന്നുള്ള സംവിധായകൻ ഒരു മോശം സംവിധായകൻ എന്ന് ആരും പറയില്ല. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നടന്മാർ ലൊക്കേഷനിൽ ഇങ്ങനെ ഷോട്ട് വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടെന്ന് ആലോചിക്കണം. അയാൾ ഓരോരുത്തർക്കും ഓരോ കാലമുണ്ടെന്ന് ആലോചിക്കണം അല്ലേ. അവർ വീടിൻ്റെ അവസാന സമയത്താണിത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കൊടുക്കുന്നില്ല. ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇദ്ദേഹം മുമ്പ് പറഞ്ഞതിൻ്റെ പ്രതികാരമായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തിനൊക്കെ വീടിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നവരാണ് ഇവരിൽ പലരും ആലോചിക്കണം.